എന്റെ സമുദായത്തിനായ 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വളരെ കുറഞ്ഞ ആയുസ്സേ നമുക്കുള്ളൂ. എന്താ നമ്മൾ ചെയ്തത് ഒന്ന് ചിന്തിക്കാൻ സഹോദരങ്ങൾ. എന്ത് ചെയ്തു നമ്മൾ? 60-ന്റെയും 70-ന്റെയും ഇടയിലുള്ള ആയുസ്സാണ് നമുക്കുള്ളത്. വന്നിരുന്നോളി. ആ വെളിയിൽ നിൽക്കുന്ന സഹോദരങ്ങളൊക്കെ വരി. സ്ത്രീകളുടെ ഭാഗത്ത് കസേരയില്ലാതിരിക്കരുത്, അവരെ ഒന്ന് പ്രത്യേകം ഗൗനിക്കണം. പ്രായമുള്ള ഒരുപാട് ഉമ്മമാര് സഹോദരിമാരുണ്ട്, അവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ. അപ്പൊ എന്ത് അമലാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തത്? 60-70 വയസ്സ് കാലഘട്ടം മാത്രമാണ് നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത് എങ്കിൽ ഈ സമുദായത്തിന്റെ മക്കളാകുന്ന നമ്മൾ എത്ര നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടുണ്ട് ഒന്ന് ചിന്തിക്കാൻ സഹോദരങ്ങൾ. ഒരു വാളിന്റെ മജ്‌ലിസിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് ചില ചിന്തകൾ ഉണ്ടാവണം. എങ്കിലേ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാവുള്ളൂ, മാറ്റത്തിന് നമ്മൾ തയ്യാറാവുള്ളൂ. ഞാൻ എന്ത് ചെയ്തു ഇതുവരെ? എത്ര സുഹൃതങ്ങൾ ചെയ്തിട്ടുണ്ട്, എത്ര നന്മകൾ ചെയ്തിട്ടുണ്ട്? ഇതുവരെ ചെയ്തത് വെച്ചിട്ട് എനിക്ക് സ്വർഗം ലഭിക്കുമോ? അതല്ല ഇതുവരെയുള്ള എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് നരകം എനിക്ക് വുജൂബാകുമോ, നിർബന്ധമാകുമോ? ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഈ സദസ്സിൽ നിന്നുണ്ടാവണം, നിർബന്ധമാണ്. അള്ളാഹു നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാം സ്വാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ, ആബിദീങ്ങളിൽ ചേർക്കണേ അല്ലാ. മഹാനായ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പ്രവാചകർ ഹജ്ജ് കഴിഞ്ഞ് തന്റെ അവസാന ജീവിത കാലഘട്ടത്തിൽ അവസാനത്തതായ ഏറ്റവും ശ്രദ്ധേയമായ അമൽ, ഇസ്ലാമിലെ പഞ്ചസ്തൂപ കർമ്മങ്ങളിൽ അവസാനത്തതാകുന്ന ഫർള് വീട്ടാൻ പ്രവാചകൻ മക്കയിൽ പോയി ഹജ്ജ് കഴിഞ്ഞ് തിരിച്ച് മദീനയിലേക്ക് എത്തിയപ്പോ അവിടെയുള്ള ജൂതന്മാർ നോമ്പ് അനുഷ്ഠിച്ചതായി കണ്ടു. എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? മദീനയിലുള്ളതാകുന്ന ആളുകൾ, ജൂതന്മാരായ യഹൂദികളാകുന്ന ആളുകൾ നോമ്പ് നോറ്റിരിക്കുന്നു. പറഞ്ഞു, ഞങ്ങളുടേതാകുന്ന മൂസാ പ്രവാചകൻ ഫിർഔനിൽ നിന്ന്, ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയിൽ നിന്ന്, സ്വേച്ഛാധിപതിയിൽ നിന്ന് പരിപൂർണമായ സംരക്ഷണം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയതായ ദിനമാണ്. ഫിർഔനിൽ നിന്നും അവന്റെ കൂട്ടാളികളിൽ നിന്നും സംരക്ഷണം ലഭിച്ചു എന്ന് മാത്രമല്ല, ഫിർഔനെയും കൂട്ടാളികളെയും ചെങ്കടലിൽ മുക്കി കൊന്നതാകുന്ന ദിനം കൂടിയാണ് ആശുറാഇന്റെ ദിനം. അതിനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ നോമ്പ് നോൽക്കുന്നു എന്ന് പറഞ്ഞപ്പോ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഅന അഹഖു ബിമൂസാ മിൻകും, നിങ്ങളെക്കാൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് പ്രവാചകത്വത്തിൽ സഹോദരനാകുന്ന എന്റെ ജ്യേഷ്ഠ സഹോദരനാകുന്ന മൂസയോട് ഏറ്റവും കൂടുതൽ ബന്ധം നിങ്ങളെക്കാൾ ഞാനാണെന്ന് പറഞ്ഞ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പകലിന്റെ തുടക്ക സമയത്ത് പ്രവാചകന് നോമ്പ് നോറ്റ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്ന് ഹദീസുകളിൽ സുവ്യക്തമാണ്. ഇത് നടന്നത് പകൽ സമയത്താണ്, ഉച്ചയ്ക്ക് മുമ്പുള്ള സമയത്തും സന്ദർഭത്തിലുമാണ്. അതുകൊണ്ട് തന്നെ ഇമാമികൾ രേഖപ്പെടുത്തി, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി, ഒരാൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പരിപൂർണമായി ശ്രദ്ധ ചെലുത്തിയവനാണ് എങ്കിൽ അതിലെല്ലാം പെട്ടു. അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത് പെട്ടു. എല്ലാ കാര്യങ്ങളും, കണ്ണും കാതും ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും പരിപൂർണമായി അള്ളാഹുവിലേക്ക് തിരിച്ചുകൊണ്ട് നിലകൊണ്ടതാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ഉച്ചയ്ക്ക് മുമ്പ് സുന്നത്ത് നോമ്പാണെങ്കിൽ നിയ്യത്ത് വെച്ചാൽ മതി. പ്രവാചകൻ അങ്ങനെ ചെയ്തു കാണിച്ചു. അത് തന്നെ മതത്തിന്റെ നിയമമായി. എന്നാൽ റമളാനിലെ ഒരു നോമ്പ് ഖളാ വീട്ടുന്നവരാണ് എങ്കിൽ, ഇന്നും എന്നോട് ഒരാൾ ഒരു സംശയം ചോദിച്ചു, ഇന്ന് രാവിലെ റമളാനിലെ നോമ്പ് ഖളാ വീട്ടാൻ ഇതിനോടൊപ്പം നിയ്യത്ത് വെക്കാമോ? പകലിൽ പറ്റൂല. അങ്ങനെയെങ്കിൽ രാത്രിയിൽ തന്നെ നിയ്യത്ത് വെച്ചിരിക്കണം. കാരണം ഫർളായ നോമ്പിന് 2 കാര്യങ്ങൾ നിർബന്ധമാണ്. ഒന്ന് തബീയത്ത്, രാത്രിയിൽ തന്നെ ആവൽ നിർബന്ധമാണ്. രാത്രിയിൽ തന്നെ നിയ്യത്ത് വെച്ചിരിക്കണം. സുബഹിക്ക് മുമ്പ് തന്നെ നിയ്യത്ത് വെച്ചിരിക്കണം. മറ്റൊന്ന് തഅയ്യിനാണ്, നോമ്പ് ഏതാണ് എന്നുള്ളത് വ്യക്തമായിരിക്കണം. ഒന്നില്ലെങ്കിൽ റമളാനിന്റെ നോമ്പ്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രായശ്ചിത്തത്തിന്റെ നോമ്പാണ്, കഫാറത്തിന്റെ ഇന്ന നോമ്പ്, ആ നോമ്പ് ഏതാണെന്നുള്ളത് വ്യക്തമാക്കിയിരിക്കണം. അപ്പൊ നോമ്പ് ഏതാണെന്നുള്ളത് വ്യക്തമാക്കണം. രണ്ടാമത്തത് രാത്രിയിൽ തന്നെ ആയിരിക്കണം, അഥവാ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ നിയ്യത്ത് വെച്ചിരിക്കണം. അപ്പൊ റമളാനിന്റെ നോമ്പ് ഖളാ വീട്ടുകയാണെങ്കിൽ തലേന്ന് തന്നെ നിയ്യത്ത് വെക്കണം എന്നർത്ഥം. സുബഹിക്ക് മുമ്പ് തന്നെ റമളാനിലെ നോമ്പ് ഖളാ വീട്ടുന്നതിനോടൊപ്പം നാളത്തെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നു, ഇന്ന നോമ്പ് അനുഷ്ഠിക്കുന്നു എന്നുകൂടി കരുതിയാൽ രണ്ടും ഹാസിലാകും.
വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സുന്നത്ത് നോമ്പിനോടൊപ്പം ഫർള് കൂടി കരുതണമെങ്കിൽ രാത്രിയിൽ തന്നെ വെച്ചിരിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ ഒരുപാട് സാധാരണക്കാരായ ആളുകൾക്ക് ഇഷ്കാലുണ്ടാക്കുന്ന, സംശയമുണ്ടാക്കുന്ന, ചിലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് സാന്ദർഭികമായി ഉണർത്തിയത്. ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സുന്നത്ത് നോമ്പുകൾ വരുമല്ലോ. അയ്യാമുൽ ബീദും അതുപോലെ തന്നെ അയ്യാമുൽ സൂദും. എല്ലാ അറബി മാസവും 13, 14, 15 സുന്നത്താണ്. അറബി മാസം തന്നെ 27, 28, 29 സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ്. ഇങ്ങനെയുള്ള നോമ്പുകൾ വരുമ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റമദാനിൽ ഖളാ വിട്ടാനുള്ള നോമ്പുകൾ അത് അവരുടെ ഫർളിനോടൊപ്പം തന്നെ സുന്നത്തുകൾ കൂടി ശ്രദ്ധിക്കണം. അതിന് രാത്രിയിൽ തന്നെ നിയ്യത്ത് വെക്കൽ ഏറ്റവും ശ്രദ്ധ ചെലുത്തേണ്ട കാര്യമാണ്. അള്ളാഹു നമുക്ക് അമലുകൾ പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ. തീർച്ചയായും അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ വരുന്ന വർഷം ഞാൻ മുഹറം 9 കൂടി നോമ്പ് അനുഷ്ഠിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ പ്രവാചകർ പിന്നീട് ജീവിച്ചിരുന്നില്ല. 2 മാസങ്ങൾക്ക് ശേഷം പവിത്രമാക്കപ്പെട്ട മുഹറം കഴിഞ്ഞു. സഫർ, റബീഉൽ അവ്വലിൽ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറയുകയും ചെയ്തു. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. ആ മുത്തുനബിയുടെ പൊരുത്തവും അവിടുത്തെ ശഫാഅത്തും നമുക്ക് ഏവർക്കും അള്ളാഹു നസീബാക്കുമാറാവട്ടെ. അള്ളാഹു നസീബാക്കട്ടെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് പ്രവാചകരുടെ ശഫാഅത്ത് നീ നസീബാക്കണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പറഞ്ഞതിന്റെ ഒരൊറ്റ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുഹറം 9 കൂടി സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നത്. ചിലർ ഇപ്പോഴും വാദിക്കുന്നുണ്ട് പ്രവാചകൻ ചെയ്തില്ലല്ലോ. പിന്നെ എന്താണ് അതിന്? സഹോദരങ്ങളെ, ഹദീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ മുത്തുനബി പ്രവർത്തിച്ചത് മാത്രമല്ല, പ്രവാചകന്റെ വാക്ക്, പ്രവാചകന്റെ പ്രവർത്തനം, പ്രവാചകന്റെ അംഗീകാരം, ഇതൊക്കെ ഹദീസിൽ പെടും. ഇതൊന്നും അറിയൂല. ഈ പരിശുദ്ധമായ മുഹറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം അമാലുകൾ ചെയ്യേണ്ടതാകുന്ന കാര്യങ്ങൾ ഹദീസിന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുമ്പോൾ അതൊക്കെ ലൈഫല്ലേ, അതല്ലേ, ഇതല്ലേ എന്ന് ചോദിക്കുന്നവർ ഹദീസിൻ്റെതാകുന്ന നിദാന ശാസ്ത്രങ്ങൾ കൃത്യമായി പഠിക്കാത്തവരാണ്, മനസ്സിലാക്കാത്തവരാണ്. ഹദീസുകൾ പല സെക്ഷനുണ്ട്. സ്വഹീഹുണ്ട്, ഹസനുണ്ട്, ലഈഫുണ്ട്. ലഈഫ് തന്നെ 81 മോഡലുണ്ട്. ഇതൊക്കെ തന്നെ അമലിന് പറ്റുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട നബി ഇമാം തങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്കാറടക്കമുള്ള ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൗളൂആയ ഹദീസുകളുണ്ട്, നിർമ്മിതമായ ഹദീസുകൾ. ആശുറാഇന്റെ സുദിനത്തിൽ പ്രത്യേക നിസ്കാരങ്ങളുണ്ട്. അതുപോലെ ശഅബാൻ 15-ന് പ്രത്യേക നിസ്കാരമുണ്ട്. അത് ഇന്ന സൂറത്തുകൾ ഓതി നിസ്കരിക്കണം എന്നൊക്കെ പറയുന്നത് ഫബിദ്അത്തുൻ ഖബീഹത്തുൻ, അത് ഏറ്റവും മോശപ്പെട്ടതാകുന്ന ബിദ്അത്താണ്, അത് പുത്തൻ പ്രസ്ഥാനമാണ്, അത് പരിശുദ്ധ ദീനിൽ അടിസ്ഥാനമില്ല എന്ന് ഫത്ഹുൽ മീൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ സുവ്യക്തമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. അതല്ലാത്തതാകുന്ന ലഈഫായ ഹദീസുകൾ തന്നെ അമൽ ചെയ്യാൻ പറ്റുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അത് അംഗീകരിക്കാത്തവരാണ് എങ്കിൽ സ്വഹീഹായ ഹദീസുകൾ ലോകത്ത് തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും. ഹദീസുകൾ തന്നെ നല്ലത് കുറവായിട്ട് ഇസ്ലാമിന്റെ പ്രമാണം തന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയേണ്ടി വരും. മറ്റൊരു വിഷയമാണ്, ഞാനിപ്പോൾ അതിലേക്ക് കൂടുതലായി കടക്കല്ല, സാന്ദർഭികമായി ഒന്ന് ഉണർത്തിയെന്ന് മാത്രം. അതുകൊണ്ട് ഇമ്മത്തുകൾ, ഉസ്താദുമാർ മഹല്ലത്തുകളിൽ നിന്ന് അവർ ഓരോ വിഷയങ്ങളും ശ്രദ്ധ ചെലുത്തി ഇന്ന ദിക്ർ ഇന്ന ദിവസം ചെല്ലണം, ഇന്ന അമൽ ചെയ്യണമെന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കണം. ആ ഹദീസ് സ്വഹീഹല്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നവർ ലഈഫായ ഹദീസ് കൊണ്ട് തന്നെ അമൽ ചെയ്യാൻ പറ്റും എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. എത്രയോ അത്തരത്തിലുള്ള ഹദീസുകൾ കോർവ് ചെയ്ത് വ്യക്തമാക്കിയതാകുന്ന സംഭവങ്ങൾ എത്രയോ ഇമാമികൾ പിൽക്കാലത്ത് അവരുടെ പുസ്തകങ്ങളിൽ തന്നെ രേഖപ്പെടുത്തിയതായി കാണാം. തഴവ ഉസ്താദിന്റെ മവാഹിബുൽ ജലി അടക്കം എത്രയോ അമലിന് പറ്റുന്നതായ കാര്യങ്ങൾ ബഹുമാനപ്പെട്ടവർ ചേർത്തു വെച്ചതായി നമുക്ക് കാണാവുന്നതാണ്. മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ ശ്രദ്ധ ചെലുത്തി മനസ്സിലാക്കാൻ, അവരൊക്കെ നിസാരക്കാരല്ല, വിവരമില്ലാത്തവരല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതനുസരിച്ച് ചിട്ടയായ ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സാന്ദർഭികമായി ഒന്ന് ഉണർത്തിയെന്ന് മാത്രം. ഇവിടെ ശ്രദ്ധിക്കണേ, എന്താണ് ഫിർഔനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം? നമുക്കൊരു ആശുറായിന്റെ ദിനത്തിലൂടെ നമുക്ക് ചില പാഠങ്ങളുണ്ട്. ഇനി വരുന്ന ജീവിതത്തിൽ ചില പാഠങ്ങൾ, അതാണ് ഇനി പറയാൻ പോകുന്നത്. ശരിക്കും മനസ്സിലാക്കാൻ, ആരാണ് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അതാക ഹദീസു മൂസാ
إذ ناداه ربه بالوادي المقدس طوى اذهب إلى فرعون اذهب إلى فرعون إنه طغى فقل هل لك إلى أن تزكى وأهديك إلى ربك فتخشى فأراه الآية الكبرى. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്, ലോകം കണ്ട് ഏകാധിപത്യമാകുന്ന ഭരണം നടത്തിയതായ വ്യക്തിയല്ലയോ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. ഏകാധിപതിയായി സ്വേച്ഛാധിപതിയായി ഭരണം നടത്തിയതായ വ്യക്തിത്വമല്ലയോ, അവനൊരു സാധാരണക്കാരനല്ല. ഇന്നും ഫിർഔനിൻ്റെതാകുന്ന പ്രവർത്തനങ്ങളാണ് ഭരണകർത്താക്കൾ അവരുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്നത്. മോശപ്പെട്ട ഭരണം നയിക്കുന്നവർ ലോകത്തിന്റെ പല കോണുകളില്ലേ, ലോകത്തിന്റെ പല ഭാഗങ്ങളില്ലേ, ആ ഭരണാധികാരികൾ മുഴുവനും ഭരണം നടത്തുന്നത് ഫിർഔൻ ലോകത്തെ കാഴ്ചവെച്ചതായ മാതൃകയാണ്. ആരാണ് ഫിർഔൻ? ഇന്ന ഫിർഔന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയആ. ഈ ലോകത്തെ ഏറ്റവും അഹങ്കാരിയായി ധിക്കാരിയായി നിലകൊണ്ടതായ ഭരണാധികാരി അത്രേ ഫിർഔൻ എന്ന പരിശുദ്ധമായ ഖുർആൻ. ഏറ്റവും വലിയ അഹങ്കാരിയും ധിക്കാരിയുമായിരുന്നു. എന്താണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ? അൽ കിബറു ബത്റുൽ ഹഖി വ ഗംതുൻ നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹഖിനെ ഒളിപ്പിച്ചു വെക്കുക, മറച്ചു വെക്കുക, സത്യത്തെ മറച്ചു വെക്കുക. അതാണ് എന്ത് പറയുന്നത്? കിബർ എന്ന് പറയുന്നത്. സത്യം അറിഞ്ഞാൽ അത് വിശ്വസിക്കൂല, അതിനെ പരിപൂർണമായി മൂടി വെക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതാണ് കിബർ, അഹങ്കാരം. മൂസാ നബി അലൈഹിസ്സലാം സത്യമാണ്, അള്ളാഹു സത്യമാണെന്നറിയാം, പക്ഷെ ആ സത്യത്തെ മൂടി വെക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ട് നടന്നു. ഏകാധിപതിയും ഛത്രാധിപതിയുമായ ഭരണം നടത്തി ഞാനാണ് റബ്ബ് എന്ന് വാദിച്ചുകൊണ്ട് നിലകൊണ്ടു ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. മനസ്സിലാക്കണം, ഈജിപ്തിലെ അക്കാലഘട്ടത്തിലേതാകുന്ന ഭരണാധികാരികൾക്ക് നൽകപ്പെടുന്ന സ്ഥാനപ്പേരാണ് ഫിർഔൻ എന്നുള്ളത്. എല്ലാ ഫിർഔനും എന്തല്ല? ലഅനത്തുല്ലാഹി അലൈഹി അല്ല, ശപിക്കപ്പെട്ടവരല്ല. ചില ഭരണാധികാരികൾ തന്നെ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച, പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിച്ച നല്ല ഭരണാധികാരികൾ ഫറവമാരും ഉണ്ടായിട്ടുണ്ട്. ഈജിപ്തിലെ അക്കാലഘട്ടത്തിലേതാകുന്ന ഭരണാധികാരികൾക്ക് നൽകപ്പെടുന്ന ഒരു സ്ഥാനപ്പേരാണ് ഫിർഔൻ. മനസ്സിലാക്കി, മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചതാകുന്ന ഈ ഫിർഔൻ, അവന്റെ പേരാണ് റസാസിം, റംസീസ് രണ്ടാമൻ എന്നാണ് ചരിത്രത്തിൽ അവനെ രേഖപ്പെടുത്തിയിരുന്നത്. നിങ്ങൾക്കറിയില്ലേ, ഈജിപ്തിൽ പോയിട്ടുള്ളവരുണ്ടോ ഈ സദസ്സിൽ? ഈജിപ്തിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടെയുള്ളതാകുന്ന ടെക്സ്റ്റൈൽസ് ഷോപ്പുകൾ, അവിടെയുള്ളതാകുന്ന കടമുറികൾക്ക് 70% കടകൾക്ക് പേരുള്ളത് ഇപ്പോഴും. വർഷം എത്രയോ കഴിഞ്ഞു, 3000-4000 വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഫിർഔനിൻ്റെതാകുന്ന പേര്, അവന്റെ പേരാണ് പല കടകൾക്കും ഇപ്പോഴും ഇട്ടിരിക്കുന്നത്. മുസ്ലിം ഭരണ പ്രദേശമാണ് ഈജിപ്ത് ഇപ്പോൾ. എന്നിട്ട് പോലും അവിടെയുള്ള ടെക്സ്റ്റൈൽസ് ഷോപ്പുകൾക്ക് ഈജിപ്തിൽ ഒരു കാലഘട്ടത്തിൽ ഭരണാധികാരിയായി അവിടെയുള്ള ആളുകളെ കൈവെള്ളയിലിട്ടുകൊണ്ട് അമ്മാനമാടി വിറപ്പിച്ചിരുന്നതാകുന്ന ഫിർഔനിന്റെ യഥാർത്ഥ പേര് റസാസിം, റംസീസ് രണ്ടാമൻ എന്ന് തുടങ്ങുന്ന പേരുകൾ എത്രയോ ടെക്സ്റ്റൈൽസ് ഷോപ്പുകൾക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ള വസ്തുത അറിയണം. അപ്പൊ എത്രത്തോളം സ്വാധീനം അവൻ ചെലുത്തിയിട്ടുണ്ട് വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ട് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ നല്ലതുപോലെ മനസ്സിലാക്കണം. ആളൊരു നിസ്സാരക്കാരനായിരുന്നില്ല, സാദാ സീത ഒരു വ്യക്തിയായിരുന്നില്ല. അവനെ പോലെ ഒരു തെമ്മാടിയും ധിക്കാരിയും അഹങ്കാരിയുമായ ഒരു ഭരണാധികാരി ഇതുവരെ വന്നിട്ടുമില്ല, ഇനി വരികയുമില്ല. ആണ് ഞാൻ പറയുന്നത്. അവരിൽ നിന്നാണ് എല്ലാ തെമ്മാടിത്തരങ്ങളുടെയും തുടക്കം, എല്ലാ അഹങ്കാരത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും തുടക്കം അവരിൽ നിന്നാണ്. ഖുർആൻ പറയാൻ ഇന്നിപ്പോ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള തസ്തികയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്, ഭിന്നിപ്പിച്ച് ഭരിക്കുക. അതിലേക്ക് നമ്മുടേതാകുന്ന ഭരണങ്ങളും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണ പ്രത്യയശാസ്ത്രവും ഒക്കെ ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക, പല തട്ടുകളാക്കി ഭരിക്കുക. മണിപ്പൂർ അതിനൊരു ഉദാഹരണം മാത്രമാണ്. കഴിഞ്ഞ മെയ് 4-ാം തീയതി അവിടെ നടന്നതാകുന്ന സംഭവ വികാസങ്ങൾ പാവപ്പെട്ടതാകുന്ന സ്ത്രീകളെ
വസ്ത്രാഭിഷേകം നടത്തിയിട്ട് പരസ്യമായി നടുറോഡിലൂടെ നടത്തിയിട്ട് അവരുടേതാകുന്ന രഹസ്യമാക്കപ്പെട്ടതാകുന്ന ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് കയറി പിടിച്ച് അവരെ വല്ലാതെ മൃഗീയമായി പ്രയാസപ്പെടുത്തി നിഷ്ഠൂരമായി മർദ്ദിക്കുകയും അവരുടേതാകുന്ന ശരീരത്തിൻ്റെതാകുന്ന രഹസ്യാവയവങ്ങൾ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടേതാകുന്ന ഏറ്റവും വിലപ്പെട്ടതാകുന്ന കനപ്പെട്ട മാനത്തെ പരിപൂർണമായി വില പറഞ്ഞുള്ള പരസ്യമായി ആളുകൾ കൂട്ടം കൂടി റോഡിലൂടെ പെണ്ണുങ്ങളെ തുണിയില്ലാതെ നടത്തിച്ചിട്ട് അവരുടേതാകുന്ന ശരീരത്തിൻ്റെതാകുന്ന സീക്കട്ടാക്കപ്പെട്ട ഭാഗങ്ങളിൽ പിടിച്ച് രസിച്ചവരെ പ്രയാസപ്പെടുത്തുന്നതായ ചിത്രങ്ങൾ, വീഡിയോ ചിത്രങ്ങൾ ഇവിടെ പ്രചരിച്ചു. അത് പ്രചരിച്ചത് 2 മാസങ്ങൾക്ക് ഇപ്പുറമാണ്. കാരണം 2 മാസത്തോളം ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടിരുന്നു മണിപ്പൂർ എന്നുള്ള വസ്തുത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇങ്ങനെ അവിടെയുള്ളതാകുന്ന വിഷയങ്ങളെ കുറിച്ച് മിണ്ടാനോ മിണ്ടിയപ്പോൾ തന്നെ വേണ്ട രീതിയിൽ അതിനുള്ള നടപടിയെടുക്കാനോ കേവലം ഒരു പറച്ചിലപ്പുറം ഇതൊക്കെ ഒരു രാഷ്ട്രീയത്തിന്റെ തന്ത്രമായി മെനഞ്ഞുകൊണ്ട് നിലനിൽക്കുന്നതല്ലാതെ ജനങ്ങളെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന നിലയിലേക്ക് ഭിന്നിപ്പിച്ച് ഭരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രത്തിലേക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെതാകുന്ന അവസ്ഥാവിശേഷം തന്നെ മാറി മറിഞ്ഞു എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം. ഇത് എവിടെ നിന്നാണ് വന്നത്? ഇത് ഇന്നലകൾ തുടങ്ങിയതല്ല. ഇത് ഫിർഔനാണ് ഇതിന് തുടക്കം കുറിച്ചത് എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിക്കണം. നമ്മൾ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ ഈ സംഭവം ആദ്യമായി തുടങ്ങിയത് ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഭരിപ്പിക്കുന്നതാകുന്ന ഒരു ശൈലി ആദ്യമായി ലോകത്ത് കാഴ്ചവെച്ചത് ഫിർഔന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയആ. ലോകത്തെ ഏകാധിപതിയായി, സ്വേച്ഛാധിപതിയായി, അഹങ്കാരിയായി, ധിക്കാരിയായി ഭരണം നടത്തിയെന്ന് മാത്രമല്ല, വജഅല അഹ്ലഹാ ശിയആ. ഖിബ്തി വംശജരായി, ഇസ്രായേലി ജനതയായി ജനങ്ങളെ മാറ്റി നിർത്തുകയാണ്. ഒരു ഭാഗത്ത് സവർണ മേധാവിത്വം കാണിക്കുകയാണ് ഫിർഔൻ. അവർണരെയും ദലിത് വിഭാഗങ്ങളെയും പിന്നോക്ക വിഭാഗങ്ങളെയും തള്ളുകയാണ്. സമ്പത്തിന്റെ ഉത്തുംഗതയിലേക്ക് കയറുകയാണ് ഫിർഔൻ. സമ്പത്തില്ലാത്തവരുമായി ചർച്ചയില്ല, സമ്പത്തില്ലാത്തവരുമായി വർത്തമാനമില്ല. സമ്പത്തില്ലാത്തവരുമായിട്ട് യാതൊരുവിധ വർത്താനം തന്നെ ഇല്ല. ഒരിക്കൽ മൂസാ നബി അലൈഹിസ്സലാമും ബഹുമാനപ്പെട്ട ഹാറൂൻ നബി അലൈഹിസ്സലാമും ഇസ്ലാമികമാകുന്ന ദർശനം പറയാൻ വേണ്ടി അവൻ്റെതാകുന്ന കൊട്ടാരത്തിനുള്ളിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ അവൻ പറഞ്ഞു, ഇവരുടെ കയ്യിൽ വളയില്ലേ? അസ്ഫിറത്തും മിൻ ദഹബിൻ. സ്വർണത്തിനാലുള്ള വള അവരുടെ കൈവശമില്ലാത്തതെന്ത്? സ്വർണത്തിന്റെ വളയുള്ളവർക്ക് അകത്തേക്ക് കടക്കാൻ പറ്റൂ. അവൻ്റെതാകുന്ന കൊട്ടാരത്തിനുള്ളിലേക്ക് കടക്കണമെങ്കിൽ കയ്യിൽ നല്ല സ്വർണത്തിന്റെ വള വേണം എന്ന് പറഞ്ഞാൽ നല്ല കാശും പുത്തമ്പണം ഉള്ളവൻ മാത്രം മതി വർത്താനം, അല്ലാത്തവനൊക്കെ മാറ്റി നിർത്തുകയാണ്. ഖുർആനാണ്. അസ്ഫിറത്തും മിൻ ദഹബിൻ. ഇവരുടെ കൈവശം സ്വർണത്തിൻ്റെതാകുന്ന വളയില്ലേ. മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും പരിശുദ്ധമായ ദീനിൻ്റെതായ ദഅവത്തുമായി ഫിർഔനിൻ്റെതാകുന്ന അകത്തളത്തിലേക്ക് അവന്റെ കൊട്ടാരത്തിനുള്ളിലേക്ക് കയറി ചെന്നപ്പോ അവൻ ജനങ്ങളോട് ചോദിക്കുകയാണ്, സ്വർണത്തിന്റെ വള എന്തേ ഇവരുടെ കൈവശമില്ലാത്തത്? ഇത്തരത്തിലുള്ള ആളുകൾ എന്തിനാണ് എന്റെ അടുക്കലേക്ക് സമ്മതം നൽകിയത്, എന്നെ കാണാൻ വേണ്ടി കടന്നു വരുന്നത്? ഈ രീതിയിൽ അധർമ്മം വാഴ്ത്തിക്കൊണ്ട് ഏറ്റവും വലിയതാകുന്ന സവർണ മേധാവിത്വത്തിന്റെ ഉടമയായി ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പിച്ച് ഭരിച്ചവനായിരുന്നു ഫിർഔൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ. യസ്തദിഉ ത്വായിഫതൻ മിൻഹും യസ്തദിഉ ത്വായിഫതൻ മിൻഹും. അതിലുള്ള ഒരു വിഭാഗങ്ങളെ, പാവപ്പെട്ടതാകുന്ന ഒരു വിഭാഗത്തെ തളച്ചിടുകയാണ്. അവർണരായ ആളുകളെ, മോശപ്പെട്ടതാകുന്ന ആളുകളെ, സമ്പത്തിൽ ഉത്തുംഗതയിലേക്ക് ഒരു നിലയ്ക്കും എത്താത്തതാകുന്ന പാവങ്ങളെ അവിടെ അടിച്ചമർത്തിക്കൊണ്ട് ജീവിച്ചിരുന്നു ഫിർഔൻ എന്ന പരിശുദ്ധമായ ഖുർആൻ. യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും. ആ നാട്ടിലുള്ളതാകുന്ന പാവപ്പെട്ടതാകുന്ന കുട്ടികൾ ആൺകുട്ടികളാണ് ജനിച്ചതെന്നറിഞ്ഞാൽ തനിക്ക് എതിരായി കൊണ്ട് അധികാരത്തിന്റെ പരമോന്നത പദവിയിലേക്ക് ആൺകുട്ടി കടന്നു വരുമെന്ന് ജോത്സ്യൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മൂസാ പ്രവാചകരെ ഒന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ പേരിൽ ലക്ഷക്കണക്കിന് കുട്ടികളെ കൊന്നൊടുക്കുകയാണ്. ആയിരക്കണക്കിന് മക്കളെ കൊന്നൊടുക്കുകയാണ്. ആൺകുട്ടികൾ ജനിച്ചു വീണ
നാൾ വരെ പച്ചയോടുകൂടി കത്തിക്കുകയാ. നഊദു ബില്ലാഹ്. അവരുടെ തല കൊയ്തെടുക്കാനുള്ള ഓർഡറാണ്. യുദബ്ബിഹു അബ്നാഅഹും. ആ നാട്ടിലുള്ളതാകുന്ന ആൺകുട്ടികളെ മുഴുവനും നിഷ്ഠൂരമായി കൊല ചെയ്യുകയാണ്, അറുകുല നടത്തുകയാണ്, അറുത്ത് കളയാണ്. കഴുത്തറത്തങ്ങ് കൊന്നേക്കാൻ പറയും ചെറിയ കുട്ടികളെ. ജനിച്ചു വീണതുള്ളൂ, ആൺകുട്ടിയാന്നറിഞ്ഞാൽ എനിക്ക് ദോഷം ചെയ്യുമെന്ന് കണ്ടിട്ട് കുട്ടികളെ അറുത്തൂല്ല. ഒന്നും രണ്ടുമല്ല, ലക്ഷക്കണക്കിന് കുട്ടികളെ കൊന്നുകളഞ്ഞു ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. ഖുർആൻ പറയാ, തീർന്നില്ല. സ്ത്രീകളെ ജീവിക്കാൻ വിടുന്നുണ്ട്, പക്ഷേ അവർക്ക് യാതൊരുവിധ അടിസ്ഥാനവുമില്ല, അവരോട് യാതൊരുവിധ മമതയുമില്ല. അവരുടേതാകുന്ന മാനത്തിന് വില പറയാൻ, സമ്പത്ത് കൊടുത്തിട്ട് മാനത്തിന് വില പറയാൻ അതിന് ചെറുപ്പക്കാരെ അതിനുവേണ്ടി തയ്യാറാക്കി വിടുന്നു. അവന്റെ തന്നെ പട്ടാളങ്ങളെ, അവന്റെ കിങ്കരന്മാരെ അതിനുവേണ്ടി തയ്യാറാക്കി വിടാൻ 10,000-കണക്കിന് പട്ടാളങ്ങൾ. ലോകത്തെ ഏറ്റവും വലിയ ഫസാദ് ഉണ്ടാക്കിയവനവനാണ്. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. അവൻ ഫസാദ് ഉണ്ടാക്കുന്നവനാണ്. അല്ലാഹു പറയാൻ, അവനേക്കാൾ വലിയ ഫസാദ് വേറെയില്ല. അത്ര വലിയ മോശപ്പെട്ടവനായിരുന്നു അവനെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇദ്ഹബ അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖായിദൂൻ. ബഹുമാനപ്പെട്ടതാകുന്ന മൂസാ നബി അലൈഹിസ്സലാം അവന്റെ സമുദ്രത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പരിശുദ്ധമായ പ്രബോധനത്തിന് വേണ്ടി തയ്യാറായി. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണമെന്ന് ഹാറൂൻ നബി അലൈഹിസ്സലാമിനോടൊപ്പം ചെന്നുകൊണ്ട് പറഞ്ഞപ്പോ അവനെ കളിയാക്കുകയാണ്, തമാശിക്കുകയാ. ബഹുമാനപ്പെട്ടതാകുന്ന മൂസാ പ്രവാചകരോട് അവൻ മോശമായ രീതിയിൽ പെരുമാറുകയാണ്. അല്ലയോ മൂസാ നബിയെ, അല്ലയോ മൂസാ പ്രവാചകരെ, നിങ്ങൾ എന്റെ അടുക്കലേക്ക് ദഅവത്തുമായി കടന്നു വരേണ്ടതില്ല. നിങ്ങളെ കൊണ്ട് ഞാൻ അവിശ്വസിക്കുകയാ. അന റബ്ബുകുമുൽ അലാ. അവൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഏകാധിപത്യത്തിന്റെ ഭരണം നടത്തിയെന്ന് മാത്രമല്ല, നാട്ടിലുള്ളതാകുന്ന ആൺകുട്ടികളെ മുഴുവനും കുഴിച്ചു മൂടിയെന്ന് മാത്രമല്ല, അവിടെയുള്ള പെൺകുട്ടികളെ മോശമാക്കി ചിത്രീകരിച്ചു എന്ന് മാത്രമല്ല, സമ്പത്ത് മുഴുവനും കണ്ടുകെട്ടി എന്ന് മാത്രമല്ല, അഹങ്കാരത്തിന്റെ ധിക്കാരത്തിന്റെ വർത്തമാനത്തിന്റെ പരമോന്നത വർത്തമാനം അവൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അന റബ്ബുകുമുൽ അലാ മാലക്കും മിൻ ഇലാഹിൻ ഗൈരി. പരിശുദ്ധമായ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി അല്ലാഹു രേഖപ്പെടുത്തുകയാണ്. അവൻ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു അത്രേ, യാ അയ്യുഹൽ മലഉ, അല്ലയോ ഇസ്രായേലി ജനതേ, നിങ്ങൾ എന്നെ അറിയണേ, അറിയണേ. മാലക്കും മിൻ ഇലാഹിൻ ഗൈരി. ഞാനല്ലാതെ ഒരു ഇലാഹില്ല, ഞാനല്ലാതെ ഒരു ആരാധ്യ പുരുഷനില്ല, ഏകൻ ഞാനാണ്, ഞാനല്ലാതെ റബ്ബ് മറ്റൊരാളില്ല. അന റബ്ബുകുമുൽ അലാ, ഏറ്റവും ഉന്നതനായ റബ്ബ് ഞാനാണ്, ഞാനാണ്. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ, ജഗന്നിയന്താവായ, പരിപാലകനായ, സർവേശ്വരനായ, സർവാധിപതിയായ, സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ ഏകൈക വ്യക്തി ഞാൻ മാത്രമാ. എന്നെ വെല്ലാൻ ഒരാൾക്കും കഴിയുകയില്ല, കഴിയുകയില്ല. അവന്റെ വാക്കാണ്, അവൻ പറഞ്ഞ ഡയലോഗ്. അല്ലാഹു പറയാണ്, അന റബ്ബുകുമുൽ അലാ, ഏറ്റവും വലിയ റബ്ബ് ഞാനാണ്, രക്ഷിതാവ് ഞാനാണ്. ലോകത്ത് ആരെങ്കിലും പറഞ്ഞ വാക്കാണിത്? ഇന്ന് ജീവിച്ചിരിക്കുന്ന ഭരണാധികാരികൾ പറഞ്ഞിട്ടുണ്ടോ? ഈ രീതിയിൽ ധൈര്യപ്പെട്ടവരുണ്ടോ? തീർന്നില്ല. അവൻ പറയുകയാണ്, യാ ഖൗം, അല്ലയോ സമൂഹമേ, സമൂഹമേ. വഖാല ഫിർഔനു ലിഖൗമിഹി. ഫിർഔൻ തന്നെ സമൂഹത്തെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലയോ സമൂഹമേ, ഈ മിസ്ർ എന്ന് പറയുന്ന പട്ടണം എന്റെ അധികാരത്തിലാണ്, എന്റെ അധികാരത്തിലാണ്. ഞാൻ അറിയാതെ ഒരു ഇല ചലിക്കുകയില്ല കേട്ടോ, ഞാൻ അറിയാതെ ഒരു മണൽത്തരി പോലും ഇളകുകയില്ല കേട്ടോ. വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി. ഈ ഭൂമിയിലൂടെ നടക്കുന്നതായ, ഈ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഈജിപ്തിന്റെ മണ്ണിലൂടെ ഒഴുകുന്നതായ ലോകത്തെ ഏറ്റവും മനോഹരമായ നദിയില്ലേ, നൈൽ എന്ന് പറയുന്ന സുന്ദരമായ നദിയില്ലേ, ആ നൈൽ നദി ഒഴുകുന്നത് എന്റെ അധീനതയിലാണ്.